DreamBakes Delights-ന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഈ സോസേജ് റോളാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ്. തയ്യാറാക്കാനാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഡോ നീഡ് ചെയ്യുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഫുൾ സോസേജിലും നമുക്ക് വലിയ റോളായിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ബൈറ്റ് സൈസിൽ ചെറിയ സോസേജ് റോളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്നും നമുക്ക് നോക്കാം. ഈ സോസേജ് റോളിലുള്ള ബ്രെഡിൻ്റെ ഡോ നമുക്ക് ആദ്യം പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാനൊരു വലിയ ബൗൾ എടുത്തിരിക്കുന്നു. അതിലേക്ക് ഞാൻ 300 ഗ്രാം പ്ലെയിൻ ഫ്ലോർ ആണ് ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, അതുപോലെ 10 ഗ്രാം ഷുഗർ, സാധാരണ ഷുഗർ. ഈസ്റ്റും ഷുഗറും ആഡ് ചെയ്ത് നന്നായിട്ട് ഈ ഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സോൾട്ട് ആഡ് ചെയ്യാവുള്ളൂ. 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്ക് ഈ മിക്സിലേക്ക് ആവശ്യമായിട്ടുള്ള മിൽക്കും എഗ്ഗും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 125 ഗ്രാം മിൽക്കാണ്. ഇത് തണുത്ത മിൽക്ക് ആയിരിക്കരുത്. തണുത്ത മിൽക്കാണെങ്കിൽ ഈ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വരത്തില്ല. ചെറിയ ഒരു ചൂടുള്ള പാൽ വേണം നമ്മൾ ഒഴിക്കാനായിട്ട്. ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് 1 ടേബിൾ സ്പൂണോളം മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് യൂസ് ചെയ്യാം. അത് നമുക്ക് അവസാനം ഒന്ന് ഗ്ലേസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനാണ്. അപ്പം ഈ നന്നായിട്ട് അടിച്ച മുട്ടയുടെ ഒരു 1/4 ഭാഗത്തോളം ഞാനിങ്ങോട്ട് ഒഴിക്കുകയാണ്. ഇത്രത്തോളം മാത്രം ബാക്കി വെച്ചാൽ മതി. ഇത് നമുക്ക് ഗ്ലേസ് ചെയ്യാനായിട്ട് അവസാനം യൂസ് ചെയ്യാം. ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബ്രെഡോ ഏതാണെങ്കിലും മിക്സ് ചെയ്യുമ്പോൾ ഏറ്റവും സൗകര്യം നമ്മുടെ കൗണ്ടർ ടോപ്പിലേക്ക് ഇതിനെ മാറ്റിയിട്ട് കൈ കൊണ്ട് നീഡ് ചെയ്യുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ സ്റ്റാൻഡ് മിക്സറിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തായാലും ഞാനിതിനെ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റുന്നു. നമുക്ക് 30 ഗ്രാം ബട്ടറിൻ്റെ കൂടി ആവശ്യമുണ്ട്. അപ്പോൾ 30 ഗ്രാം ബട്ടർ എടുത്തിട്ട് കുറച്ചായിട്ട് നമുക്ക് ഈ മിക്സ് ചെയ്യുമ്പോൾ തേച്ച് കൊടുക്കുക. ഇതിലേക്ക് ആദ്യം ഈ ഡോ ഒരു സ്റ്റിക്കി ഡോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ കുറച്ച് നന്നായിട്ട് നീഡ് ചെയ്ത് കഴിയുമ്പോൾ അത് നന്നായിട്ട് സ്റ്റിക്കി അല്ലാത്ത നല്ലൊരു സോഫ്റ്റ് ഡോ ആയിട്ട് നമുക്ക് കിട്ടും. ഏത് ബ്രെഡ് ഐറ്റംസ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ നീഡിങ്ങിലാണ്. അപ്പോൾ നമ്മളുടെ കൈയുടെ ഈ ഭാഗം കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് അതിനെ ടേൺ ചെയ്തെടുത്ത് നന്നായിട്ട് നീഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഡോ നല്ല സോഫ്റ്റായിട്ട് നല്ല റെഡി ആയിട്ടുണ്ട്. ഒരു 8-10 മിനിറ്റോളം ഞാൻ നീഡ് ചെയ്തതേ ഉള്ളൂ ഇത്. അപ്പോൾ ഇതിനെ നമുക്ക് ഡബിൾ സൈസ് ആകുന്നവരെ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അതുകൊണ്ട് എണ്ണ തടവിയ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ച് ഒന്ന് നന്നായിട്ട് ക്ലിംഗ് റാപ്പ് എല്ലാം വെച്ച് കവർ ചെയ്തിട്ട് നമുക്കൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറോളം ഇതിനെ റെസ്റ്റ് ചെയ്യണം. എന്തായാലും ഇത് ഡബിൾ സൈസ് ആകുന്നവരെ പൊങ്ങി വരേണ്ടതുണ്ട്. ഇത് 2 മണിക്കൂറോളം നല്ല ചൂടുള്ള സ്ഥലത്ത് വെച്ചിരുന്നതാണ് ഞാനിത് ബാൽക്കണിയിൽ വെച്ചു. ചെറിയ ചൂടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ടൈം നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഓരോ സ്ഥലത്തെ കാലാവസ്ഥയൊക്കെ അനുസരിച്ച് അത് മാറിയിരിക്കും. നല്ല ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ 1 മണിക്കൂർ വെച്ചാലും മതി. എന്തായാലും നമുക്കിത് ഡബിൾ സൈസിൽ പൊങ്ങി വരണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി എന്തായാലും നമുക്കിതിനെ ഡിപ്ലീറ്റ് ചെയ്ത് സോസേജ് റോൾ തയ്യാറാക്കാം. ബ്രെഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ഈവനായിട്ട്, അതായത് ഒരുപോലെ ബേക്ക് ചെയ്ത് വരാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളത് ഓരോ പീസ് എടുക്കുന്നത് കറക്റ്റ് ഒരേ സൈസിലായിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതുപോലെ റോൾ ചെയ്തിട്ട് ഏകദേശം ഒരുപോലെ മുറിച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. എന്തായാലും ഞാൻ സാധാരണ ചെയ്യുന്നത് ഓരോ കഷ്ണം എടുത്ത് അതിൻ്റെ മെഷർമെൻറ്റ് നോക്കും, അത് എത്ര ഗ്രാം ഉണ്ടെന്ന്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എല്ലാം നല്ല ഒരേ സൈസിലും ഒരേ ഷേപ്പിലും കിട്ടും. ഇവിടെ ഞാനിന്ന് തയ്യാറാക്കുന്നത് മിനി സോസേജ് റോളാണ്. അതായത് ഒരു സോസേജിന് 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ റാപ്പ് ചെയ്യാനായിട്ട് 30 ഗ്രാമിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി നിങ്ങൾ ഒരു സോസേജ് ഫുള്ളായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60 ഗ്രാമോളം എടുത്തിട്ട് ചെയ്താൽ ആ സൈസിൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് 30 ഗ്രാമാണ്. ഈ സോസേജ് ഞാൻ ചെറുതായിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്ത് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്ത് കുക്ക് ചെയ്തതാണ്. അതിനുശേഷം അതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് തുടച്ച് കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. നമ്മൾ കട്ട് ചെയ്യുന്ന ഓരോ ബോളും നമുക്ക് ഇതുപോലെ ബോളാക്കി വെക്കാം. നമ്മളുടെ റോൾസ് എല്ലാം റെഡിയാണ്. 30 ഗ്രാം ആണ് ഓരോന്നും. ഇനി നമുക്കിതിനെ ഈ സോസേജിലേക്ക് റോൾ ചെയ്ത് വെക്കാം. അതിനായിട്ട് ആദ്യം ഇതിനെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് ഒരു റോപ്പ് ഷേപ്പിലാക്കി എടുക്കണം. നമ്മൾ 4 ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്താൽ മതി. ഇനി ഈ സോസേജിനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇടുക. എന്നിട്ട് ഈ ഭാഗം വലിച്ച് ഇവിടേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുക. അതുപോലെ ഈ ഭാഗത്തെ വലിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സോസേജിലേക്ക് ഒന്ന് തേച്ച് വെച്ച് കൊടുക്കുക.
നമ്മുടെ റോൾസ് എല്ലാം നമ്മൾ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ ഒരു 10 മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം വേണം ബേക്ക് ചെയ്യാനായിട്ട്. ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് ഞാൻ ചെറുതായിട്ട് ഒരു ക്ലിംഗ് റാപ്പ് ഇതിലേക്കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എഗ് വാഷ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിരുന്ന ആ മുട്ടയിലേക്ക് ഒരു 1-2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ചിലപ്പോൾ റോൾസ് ഇങ്ങനെ വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒന്നുകൂടെ ഇതുപോലെ തന്നെ പിഞ്ച് ചെയ്ത് ഒന്ന് ചേർത്ത് വെച്ചാൽ മതി. ആ ജോയിൻ ചെയ്ത ഭാഗം നമ്മളിങ്ങനെ താഴ്ത്തി വെക്കുകയാണെങ്കിൽ ഇതുപോലെ വിട്ടു പോകാതെ ഇരിക്കും. ഇനി നമുക്കൊരു പേസ്ട്രി ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് ചെറുതായിട്ട് അതിനെ കോട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് സെസമി സീഡ്സ് കൂടെ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ 180 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 15 തൊട്ട് 18 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇത് ബേക്ക് ചെയ്യാൻ ഓവൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കടായിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഗാർലിക് ബ്രെഡ് ചെയ്ത വീഡിയോയിൽ, പിസ്സ ചെയ്ത വീഡിയോയിലൊക്കെ കടായി മെത്തേഡ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതറിയത്തില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഓവനൊന്നും വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. നമ്മുടെ സോസേജ് റോൾ എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല സ്നാക്ക് ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ല റെസിപ്പികളുമായിട്ടും കേക്ക് ഡെക്കറേഷൻ വീഡിയോസൊക്കെ ആയിട്ടും ഞങ്ങൾ ഇനിയും വരും. എല്ലാവർക്കും നന്ദി.